പുതിയൊരു ക്ലാസ്സിലേക്ക് നമസ്കാരം. NCERT +1 രണ്ടാമത്തെ അധ്യായം ജോഗ്രഫി പാർട്ടിലെ രണ്ടാമത്തെ അധ്യായം ഭൂപ്രകൃതി എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒന്നാം പാർട്ട് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിലെ രണ്ടാം ഭാഗം കാണാം. അപ്പോൾ ഭൂപ്രകൃതി എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാന ഭൂപ്രകൃതിയായ ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഇതിൻ്റെ ഒന്നാം ഭാഗം കേട്ടിട്ട് വേണം രണ്ടാമത്തെ ഈ ക്ലാസ് കേൾക്കാൻ, എന്നാലാണ് ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് അരുണാചൽ ഹിമാലയം. ഇവ ഭൂട്ടാൻ ഹിമാലയത്തിനു കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ അരുണാചൽ ഹിമാലയം എവിടെയാണ്? ഭൂട്ടാൻ ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗം മുതൽ കിഴക്ക് ദിഫു ചുരം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. പർവ്വതനിര പൊതുവെ തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് ദിശയിലാണ്. കങ്തു, നാംച ബർവ എന്നിവയാണ് പ്രധാന കൊടുമുടികൾ. വടക്കു നിന്നും തെക്കോട്ട് ഇവയെ മുറിച്ചുകൊണ്ടൊഴുകുന്ന വേഗതയേറിയ നദികൾ ഇവയ്ക്ക് കുറുകെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ബ്രഹ്മപുത്ര നദി നാംച ബർവ പർവ്വതത്തെ കീറിമുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധരങ്ങളിലൂടെ ഒഴുകുന്നു. കാമെങ്, സുബിൻസിരി, ദിഹാങ്, ദിബാങ്, ലൂഹിത് എന്നിവയാണ് അരുണാചൽ പ്രദേശിലെ പ്രധാന നദികൾ. അപ്പോൾ അരുണാചൽ ഹിമാലയം എവിടെയാണ്? ഭൂട്ടാൻ ഹിമാലയത്തിന് കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് കങ്തു, നാംച ബർവ എന്നിവ. അപ്പോൾ ഇവിടെ വടക്ക് നിന്ന് തെക്കോട്ട് കീറി മുറിച്ചൊഴുകുന്ന വേഗതയേറിയ നദികൾക്ക് ഇവയ്ക്ക് കുറുകെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ബ്രഹ്മപുത്ര നദി നാംച ബർവ പർവ്വതത്തെ കീറി മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധരങ്ങളിലൂടെ ഒഴുകുന്നു. പ്രധാന നദികൾ ഏതൊക്കെയാണ്? കാമെങ്, സുബിൻസിരി, ദിഹാങ്, ദിബാങ്, ലൂഹിത് എന്നിവയാണ് അരുണാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ. അടുത്തതായി ഈ നദികളുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ഇവ ഉയർന്ന ജലപതന തോത് ഉള്ള വറ്റാത്ത നദികളാണ്. അതിനാൽ ഇവ ഉയർന്ന ജലവൈദ്യുത ഊർജ്ജശേഷിയുള്ളവയാണ്. അരുണാചൽ ഹിമാലയ പ്രദേശത്ത് ധാരാളം തനത് ഗോത്ര സമൂഹങ്ങൾ അധിവസിക്കുന്നു. ഏതൊക്കെയാണ് പ്രധാന ഗോത്രവർഗ്ഗങ്ങൾ? മോൺപ, ഡഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ എന്നിവയാണ്. ഇനി മിക്ക ഗോത്ര സമൂഹങ്ങളും ജൂമിങ് കൃഷി പിന്തുടരുന്നു. ഇത് സ്ഥാനാന്തര കൃഷി അഥവാ വെട്ടിച്ചൂട്ട് കൃഷിയുടെ വകഭേദമാണ്. തദ്ദേശീയ സമൂഹം സംരക്ഷിച്ചു വരുന്ന ജൈവ വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ പ്രദേശം. ദുർഘടമായ ഭൂപ്രകൃതി മൂലം താഴ്വരകൾ തമ്മിലുള്ള ഗതാഗത ബന്ധങ്ങൾ നാമമാത്രമാണ്. അതിനാൽ അരുണാചൽ അസം അതിർത്തിയിൽ ദ്വാർ മേഖലയിലൂടെയാണ് ആശയവിനിമയം കൂടുതലും നടക്കുന്നത്. അടുത്തതാണ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമായ ഇവയുടെ പൊതുവായ ക്രമീകരണം വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ്. ഈ കുന്നുകൾ വിവിധ പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്നു. വടക്ക് പട്കായ്ബം, നാഗ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നും തെക്ക് ഇവ മീസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ എന്നും അറിയപ്പെടുന്നു. ജൂമിങ് കൃഷി ചെയ്തു വരുന്ന ധാരാളം ഗോത്ര വിഭാഗക്കാർ അധിവസിക്കുന്ന ചെറു കുന്നുകളാണിവ. മിക്ക മലനിരകളെയും അനേകം ചെറുനദികൾ വേർതിരിക്കുന്നു. മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ബരക്. എല്ലാ വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്തക് തടാകം മണിപ്പൂരിൻ്റെ ഭൂപ്രകൃതിയെ വ്യത്യസ്തമാക്കുന്നു. അപ്പോൾ എല്ലാ വശവും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന തടാകമാണ് ലോക്തക് തടാകം. മൊളാസിസ് തടം എന്നും അറിയപ്പെടുന്ന മിസോറാം മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. മൊളാസിസ് തടം എന്നും അറിയപ്പെടുന്ന മിസോറാം മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടതാണ്. നാഗാലാൻഡിലെ മിക്ക നദികളും ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. എന്നാൽ മിസോറാമിലെയും മണിപ്പൂരിലെയും രണ്ട് നദികൾ മേഘ്നയുടെ പോഷക നദിയായ ബാരക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ള നദികൾ മ്യാൻമറിനെ ഐരാവതി നദിയുടെ പോഷക നദിയായ ചിന്തുവിൻ നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ നദികളുടെ പ്രത്യേകത? നാഗാലാൻഡിലെ മിക്ക നദികളും ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. എന്നാൽ മിസോറാമിലെയും മണിപ്പൂരിലെയും രണ്ട് നദികൾ മേഘ്നയുടെ പോഷക നദിയായ ബാരക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിൻ്റെ കിഴക്കൻ
ഭാഗങ്ങളിലുള്ള നദികൾ മ്യാൻമറിൻ്റെ ഐരാവതി നദിയുടെ പോഷക നദിയായ ചിന്തുവിൻ നദിയുടെ പോഷക നദികളാണ്. അടുത്തത് വടക്കൻ സമതലങ്ങൾ. ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു വരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടവയാണ് വടക്കൻ സമതലങ്ങൾ. ഈ സമതലങ്ങൾ കിഴക്കുനിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. സമതലത്തിൻ്റെ ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. എക്കൽ നിക്ഷേപത്തിൻ്റെ പരമാവധി കനം 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. വടക്കു നിന്നും തെക്കോട്ട് ഇവയെ ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ 3 പ്രധാന മേഖലകളായി തിരിക്കാം. എക്കൽ സമതലം വീണ്ടും ഖാദർ, ബങ്കർ എന്നിങ്ങനെ 2ആയി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗം ഒന്നുകൂടെ നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു വരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടവയാണ് ഈ വടക്കൻ സമതലങ്ങൾ. ഇവ കിഴക്കു നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം എത്രയാണ് 3200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ഇതിൻ്റെ ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. വടക്കു നിന്ന് തെക്കോട്ട് ഇവയെ ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ 3 പ്രധാന മേഖലകളായി തിരിക്കാം. ഇനി എക്കൽ സമതലം വീണ്ടും ഖാദർ, ബങ്കർ എന്നിങ്ങനെ 2ആയി തിരിച്ചിരിക്കുന്നു. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഈ ഇടുങ്ങിയ ഭൂഭാഗമാണ് ബാബർ. ഇതിൻ്റെ ഫലമായി പർവ്വതഭാഗത്തു നിന്നും വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ഈ മേഖലയിൽ നിക്ഷേപിക്കുകയും നദികൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ബാബറിന് തെക്കായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ ടെറായ് മേഖല കാണപ്പെടുന്നു. മിക്ക അരുവികളും നദികളും കൃത്യമായി അതിരിട്ട ചാലുകളില്ലാതെ പുനർജനിക്കുന്നതിനാൽ ഇവിടെ ടെറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പു നിലങ്ങൾ രൂപപ്പെടുന്നു. ഈ പ്രദേശത്ത് സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗങ്ങളുമുണ്ട്. ടെറായ് മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങളാണ്. ഇവ യഥാക്രമം ബങ്കർ എന്നും ഖാദർ എന്നും അറിയപ്പെടുന്നു. നീരൊഴുക്ക് ഭൂരൂപീകരണത്തിലെ പക്വതയാർന്ന ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന അപരദന നിക്ഷേപ ഭൂരൂപങ്ങളായ മണൽ വരമ്പ്, വക്രവലയം, ഓക്സ്ബോ തടാകം, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ തുടങ്ങിയവ ഈ സമതലങ്ങളുടെ സവിശേഷതയാണ്. ബ്രഹ്മപുത്ര സമതലം നദീജന്യ ദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധമാണ്. ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും അടിക്കടിയുള്ള വെള്ളപ്പൊക്കത്തിനും നദിയുടെ ഗതി മാറി ഒഴുകലിനും വിധേയമായി കൊണ്ടിരിക്കുകയും പിണഞ്ഞൊഴുകുന്ന അരുവികൾ രൂപപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഇവയിൽ
നദികളുടെ നദീമുഖങ്ങളിൽ ലോകത്തിലെ തന്നെ വലിയ ഡെൽറ്റകൾ രൂപപ്പെടുന്നു. ഉദാഹരണം, പ്രസിദ്ധമായ സുന്ദർബൻ ഡെൽറ്റ സമുദ്രനിരപ്പിൽ നിന്നും 50 മുതൽ 150 മീറ്റർ വരെ ഉയരമുള്ള ഏറെക്കുറെ നിരപ്പാർന്ന ഒരു സമതലമാണ്. ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങൾ സിന്ധു-ഗംഗ നദീവ്യൂഹങ്ങൾക്കിടയിൽ ഒരു ജലവിഭാജകമായി നിലകൊള്ളുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രഹ്മപുത്ര നദി ധൂബ്രിയിൽ വെച്ച് ഏകദേശം 90 ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതിന് മുൻപായി വടക്ക് കിഴക്കു നിന്നും തെക്ക് പടിഞ്ഞാറായി ഒഴുകുന്നു. ഈ നദീതീര സമതലങ്ങളിൽ ഗോതമ്പ്, നെല്ല്, കരിമ്പ്, ചണം മുതലായ വ്യത്യസ്ത വിളകൾക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണുള്ളതിനാൽ തന്നെ ഈ പ്രദേശങ്ങൾ വലിയ ജനസംഖ്യയ്ക്ക് ആശ്രയമാകുന്നു. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമി. നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണ ആകൃതിയിലുള്ള ഭൂഭാഗമാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ക്രമരഹിതമായ ത്രികോണാകൃതിയാണ്. വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിര അല്ലെങ്കിൽ അരാവലി തുടർച്ച, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിര, തെക്ക് ഏലമലകൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ. ഏതൊക്കെയാണ്? വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിര അല്ലെങ്കിൽ അരാവലിയുടെ തുടർച്ചയായിട്ട്, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിര, തെക്ക് ഏലമലകൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ. ഷില്ലോങ്, കർബി ആംഗ്ലോങ് പീഠഭൂമി എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വടക്ക് കിഴക്കേ തുടർച്ചയായി കാണപ്പെടുന്നു. ഹസാരിബാഗ് പീഠഭൂമി, പലാമു പീഠഭൂമി, റാഞ്ചി പീഠഭൂമി, മാൾവ പീഠഭൂമി, കോയമ്പത്തൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി എന്നിങ്ങനെ തട്ടുതട്ടായുള്ള പീഠഭൂമികളുടെ നിരകൾ അടങ്ങിയതാണ് ഇന്ത്യൻ ഉപദ്വീപ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായ ഒരു ഭൂഭാഗമാണ്. പൊതുവെ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് കുറയുന്നു. നദികളുടെ നീരൊഴുക്ക് മാതൃകകളിൽ നിന്നും ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കാണപ്പെടുന്നതും എന്നാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ കാണപ്പെടുന്നതുമായ ഭൂരൂപങ്ങൾ കണ്ടെത്താം. ഈ ഭൂപ്രകൃതി ഭാഗത്ത് കാണപ്പെടുന്ന ചില പ്രധാന ഭൂഭാഗങ്ങളാണ് ടോറുകൾ, ഖണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ, ചെങ്കുത്തു പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ, ചുമർ സമാന ക്വാർട്സൈറ്റ് ഡൈക്കുകൾ എന്നിവ. പീഠഭൂമിയുടെ പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ധാരാളം കറുത്ത മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്. ഇടവിട്ടുള്ള ഉത്ഥാനത്തിനും താഴ്ചയ്ക്കും അതിനോടനുബന്ധിച്ചുള്ള ഭൂവൽക്ക ചലനത്തിനും ഭ്രംശനത്തിനും ഉപദ്വീപീയ പീഠഭൂമി വിധേയമായിട്ടുണ്ട്. അതായത് ഇടവിട്ടുള്ള ഭൂകമ്പ പ്രവർത്തനങ്ങളാൽ ഭീമാഭ്രംശനം പ്രത്യേക പരാമർശം അർഹിക്കുന്നു. ഇത്തരം സ്ഥാനീയ വ്യതിയാനങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂപ്രകൃതിയിൽ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചത്. പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നിഷ്ഫല ഭൂമിയും ഗിരികന്ധരങ്ങളും അടങ്ങുന്ന സങ്കീർണമായ ഭൂപ്രകൃതിയാണുള്ളത്. ചമ്പൽ, ഹിന്ദ്, മൊറീന നദികളുടെ നിഷ്ഫല ഭൂമികൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപദ്വീപ പീഠഭൂമിയെ 3 ഭാഗങ്ങളായി തിരിക്കാം. ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. അതിലാദ്യം ഡെക്കാൻ പീഠഭൂമി. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് സത്പുര മൈക്കൽ മലനിരകളും മഹാദിയോ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിക്ക് അതിരിടുന്നു. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി, കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി കുന്നുകൾ, കേരളത്തിൽ ആനമലക്കുന്നുകൾ, ഏലമലക്കുന്നുകൾ എന്നിങ്ങനെ പശ്ചിമഘട്ട നിരകൾ പല പേരുകളിൽ അറിയപ്പെടുന്നു. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തേക്കാൾ താരതമ്യേന ഉയരക്കൂടുതലുള്ളവയും തുടർച്ചയുള്ളവയുമാണ്. വടക്കുനിന്നും തെക്കോട്ട് ഉയരം വർദ്ധിച്ചു വരുന്നു. ഈ നിരകളുടെ ശരാശരി ഉയരം 150 മീറ്ററാണ്. ആനമല കുന്നുകളിലെ ആനമുടി, അതിൻ്റെ ഉയരം 2695 മീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടി. നീലഗിരി കുന്നുകളിലെ ദോഡാബേട്ട, അതിൻ്റെ ഉയരം 2637 മീറ്റർ, ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടിയാണ്. മിക്ക ഉപദ്വീപീയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരദനത്തിന് വിധേയമായി തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ടങ്ങൾ. ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകളാണ്
ജവാദി കുന്നുകൾ, പാൽക്കൊണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയവ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സന്ധിക്കുന്നു. അടുത്തത് മധ്യ ഉന്നതതടം. പടിഞ്ഞാറ് അരാവലി പർവ്വതം അതിർത്തിയായിട്ടുള്ള ഭൂവിഭാഗമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ള നിരയായ ചെങ്കുത്തായ ചരിവുകളോട് കൂടിയ പീഠഭൂമികളാൽ രൂപം കൊണ്ടിട്ടുള്ള സത്പുര പർവ്വതനിരയാണ് മധ്യ ഉന്നതതലത്തിൻ്റെ തെക്കേ അതിർത്തി. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണിത്. വൻതോതിൽ അപരദനത്തിന് വിധേയമായതും തുടർച്ചയില്ലാത്തതുമായ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉത്തമ ഉദാഹരണങ്ങളാണിവ. ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ജയ്സാൽമീർ വരെ കാണാൻ സാധിക്കും. ഇത് നീളമേറിയ മൺകൂനകളും ബർക്കനുകൾ എന്നറിയപ്പെടുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകളും നിറഞ്ഞ പ്രദേശമാണ്. ഈ പ്രദേശങ്ങളിലെ മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലകളുടെ സാന്നിധ്യത്തിൽ നിന്നും ഈ ഭൂവിഭാഗം ഇതിൻ്റെ ചരിത്ര കാലഘട്ടങ്ങളിൽ കായാന്തരീകരണ പ്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാവുന്നതാണ്. മധ്യ ഉന്നത തലങ്ങളുടെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 മീറ്ററിനും 1000 മീറ്ററിനിടയിലും ചരിവ് പൊതുവെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കുമാണ്. യമുന നദിയുടെ പോഷക നദികളിൽ കൂടുതലും വിന്ധ്യ പർവ്വതനിരയിൽ നിന്നും കൈമൂർ പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ്. ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയായ ബനാസ് അരാവലി പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. മധ്യ ഉന്നത തലത്തിൻ്റെ കിഴക്കൻ തുടർച്ചയാണ് രാജ്മഹൽ കുന്നുകൾ. ഇവയ്ക്ക് തെക്ക് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ധാതുവിഭവങ്ങളുടെ വലിയ കരുതൽ ശേഖരമാണ് ഉള്ളത്. അടുത്തത് വടക്ക് കിഴക്കൻ പീഠഭൂമി. ഇത് പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയാണ്. ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്ക് ദിശയിലേക്കുള്ള ചലനത്തിൻ്റെ ഭാഗമായി ചെലുത്തപ്പെട്ട ബലം മൂലം രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമിക്കുമിടയിൽ വിശാലമായ ഒരു ഭ്രംശമേഖല രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. പിന്നീട് ഈ അഗാധ മേഖല അനേകം നദികളുടെ നിക്ഷേപണ പ്രവർത്തനത്തിൻ്റെ ഫലമായി നിറയ്ക്കപ്പെടുകയും ചെയ്തു. മേഘാലയ പീഠഭൂമിക്കും കിർബി ആങ്ലോങ് പീഠഭൂമിയും ഇന്ന് പ്രധാന ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്നും വേർപെട്ട് സ്ഥിതി ചെയ്യുന്നു. പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരുകൾ അടിസ്ഥാനമാക്കി ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ എന്നിങ്ങനെ 3 ഉപവിഭാഗങ്ങളായി മേഘാലയ പീഠഭൂമിയെ തിരിക്കാം. അസമിലെ കിർബി ആങ്ലോങ് കുന്നുകളിലും ഇതിൻ്റെ തുടർച്ച കാണപ്പെടുന്നതിനാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെപ്പോലെ തന്നെ മേഘാലയ പീഠഭൂമിയും കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്നതിനാൽ മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതിയാണ് ദൃശ്യമാകുന്നത്. ചിറാപൂഞ്ചിയിൽ സസ്യാവരണങ്ങളൊന്നും ഇല്ലാത്ത അനാവൃതമായ പാറകളാണ് കാണപ്പെടുന്നത്. അടുത്തത് ഇന്ത്യൻ മരുഭൂമി. അരാവലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറായാണ് ഇന്ത്യൻ മരുഭൂമിയുടെ സ്ഥാനം. നീളമേറിയ മൺകൂനകളും ബർക്കനുകളും അടങ്ങിയ നിമ്നോന്നത ഭൂപ്രദേശമാണിത്. ഈ പ്രദേശങ്ങളിൽ വർഷത്തിൽ 150 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിക്കാറുള്ളൂ. വരണ്ട കാലാവസ്ഥയുള്ള ഇവിടെ സസ്യജാലങ്ങൾ വളരെ വിരളമാണ്. ഈ പ്രത്യേകതകൾ ഉള്ളതിനാൽ ഈ പ്രദേശം മരുസ്ഥലി എന്നറിയപ്പെടുന്നു. മൊസോസോയിക് കാലഘട്ടത്തിൽ ഈ പ്രദേശം കടലിനടിയിലായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അകാലിൽ സ്ഥിതി ചെയ്യുന്ന വുഡ് ഫോസിൽ പാർക്കിൽ നിന്നും ജയ്സാൽമീറിനടുത്ത് ബ്രഹ്മസർ പ്രദേശത്തെ സമുദ്ര നിക്ഷേപങ്ങളിൽ നിന്നുമുള്ള തെളിവുകൾ ഇത് ശരിവയ്ക്കുന്നു. അതായത് ഫോസിലുകളുടെ ഏകദേശം പ്രായം 180 ദശലക്ഷം വർഷങ്ങളാണെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. മരുഭൂമിയിലെ അടിസ്ഥാന ശിലാഘടന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണെങ്കിൽ പോലും ഇവിടെ അനുഭവപ്പെടുന്ന തീവ്രമായ വരണ്ട കാലാവസ്ഥ കാരണം ഭൗതിക അപക്ഷയത്താലും കാറ്റിൻ്റെ അപരദന പ്രവർത്തനത്താലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഉപരിതല ഭൂപ്രകൃതിയാണുള്ളത്. മരുഭൂമി ഭൂരൂപമായ കൂൺശിലകൾ, അസ്ഥിര മണൽക്കൂനകൾ, മരുപ്പച്ചകൾ അതായത് മുഖ്യമായും തെക്ക് ഭാഗത്ത് തുടങ്ങിയവ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. പ്രദേശത്തിൻ്റെ കിടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയെ രണ്ടായി തിരിക്കാം. സിന്ധ് പ്രദേശത്ത് ചരിവുള്ള വടക്ക് ഭാഗവും റാൻ ഓഫ് കച്ച് പ്രദേശത്തേക്ക്
ചെരിവുള്ള തെക്ക് ഭാഗവും. ഈ പ്രദേശത്തിലെ മിക്ക നദികളും മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നവയാണ്. മരുഭൂമിയിലെ തെക്ക് ഭാഗത്ത് കൂടി ഒഴുകുന്ന ലൂണിയാണ് പ്രധാന നദി. കുറഞ്ഞ മഴയും ഉയർന്ന ബാഷ്പീകരണവുമാണ് ഈ പ്രദേശത്തെ ജലദൗർലഭ്യത്തിന് കാരണം. ചില അരുവികൾ ഏതാനും ദൂരം ഒഴുകിയ ശേഷം അപ്രത്യക്ഷമാവുകയോ ഒരു തടാകത്തിലോ പ്ലായയിലോ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. തടാകങ്ങളിലും പ്ലായകളിലും ലവണജലമാണുള്ളത്. ഇത് ഉപ്പിൻ്റെ പ്രധാന സ്രോതസ്സാണ്. അടുത്തത് തീരസമതലങ്ങൾ. ഇന്ത്യക്ക് ദൈർഘ്യമേറിയ തീരസമതലമുണ്ട്. സ്ഥാനത്തിൻ്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ ഇവയെ പ്രധാനമായും പശ്ചിമ തീര സമതലങ്ങൾ, പൂർവ്വ തീര സമതലങ്ങൾ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നതും പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ദ്വാരക പട്ടണം കടലിൽ താഴ്ന്നുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ താഴ്ന്നുപോകൽ പ്രക്രിയയുടെ ഫലമായി ഇവിടെ പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. കാണ്ട്ല, മാസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മംഗളൂരു, കൊച്ചി തുടങ്ങിയവ പശ്ചിമ തീരത്തെ പ്രധാന തുറമുഖങ്ങളാണ്. വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമ തീരം താഴെ പറയുന്ന വിധം ഉപവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവയെ യഥാക്രമം ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരം, മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, കർണാടകയിലെ ഗോവ തീരം, കേരളത്തിലെ മലബാർ തീരം എന്നിങ്ങനെ തിരിക്കാം. പശ്ചിമതീര സമതലങ്ങളുടെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതും തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതി ഏറി വരുന്നവയുമാണ്. ഈ തീരസമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. മലബാർ തീരത്തിലുള്ള കായലുകളെ മത്സ്യബന്ധനത്തിനും ഉൾനാടൻ ജലഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പ്രയോജനപ്പെടുത്തുന്നു. എല്ലാ വർഷവും പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ പുന്നമടക്കായലിൽ നടക്കുന്നു. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലം വീതി കൂടിയവയാണ്. ഉയർത്തപ്പെട്ട തീരത്തിനുദാഹരണമാണ് കിഴക്കൻ തീര സമതലങ്ങൾ. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി നദികളുടെ ഡെൽറ്റകൾ ഇവയിൽ ഉൾപ്പെടുന്നു. ഉയർത്തപ്പെട്ട തീരങ്ങളായതിനാൽ ഇവിടെ തുറമുഖങ്ങളും ഹാർബറുകളും കുറവാണ്. വൻകരത്തെട്ട് 500 മീറ്റർ വരെ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതിനാൽ നല്ല തുറമുഖങ്ങളും ഹാർബറുകളും നിർമ്മിക്കുന്നതിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. അടുത്തത് ദ്വീപുകൾ. ഇന്ത്യയിൽ 2 പ്രധാന ദ്വീപ സമൂഹങ്ങളാണുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും. ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ സമൂഹത്തിൽ 572 ദ്വീപുകൾ ചെറുദ്വീപുകളും ഉൾപ്പെടുന്നു. ഇവ ഏതാണ്ട് 6 ഡിഗ്രി വടക്ക് മുതൽ 14 ഡിഗ്രി വടക്ക് വരെ അക്ഷാംശങ്ങൾക്കും 92 ഡിഗ്രി കിഴക്ക് മുതൽ 94 ഡിഗ്രി കിഴക്ക് വരെ രേഖാംശങ്ങൾക്കിടയിലുമായി സ്ഥിതി ചെയ്യുന്നു. 2 പ്രധാന ചെറു ദ്വീപ് സമൂഹങ്ങളാണ് റീച്ചസ് ദ്വീപ് സമൂഹവും ലാംബ്രിന്ത് ദ്വീപ സമൂഹവും. ദ്വീപ സമൂഹത്തെ മൊത്തമായി വടക്ക് ആൻഡമാൻ ദ്വീപുകളെന്നും തെക്ക് നിക്കോബാർ ദ്വീപുകളെന്നും 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവ തമ്മിൽ വേർതിരിയുന്ന കടൽ 10 ഡിഗ്രി ചാനൽ എന്നറിയപ്പെടുന്നു. ഈ ദ്വീപുകൾ സമുദ്രാന്തർ പർവ്വതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ചില ചെറുദ്വീപുകൾ അഗ്നിപർവ്വതജന്യമാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപുകളിൽ ഉൾപ്പെടുന്നു. ഇനി ബോക്സിൽ നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ചില പ്രധാന പർവ്വത കൊടുമുടികളാണ് സാഡിൽ കൊടുമുടി, അതായത് ഉത്തര ആൻഡമാൻ 738 മീറ്റർ, മൗണ്ട് ദയാവോളോ മധ്യ ആൻഡമാൻ 515 മീറ്റർ, മൗണ്ട് കോയോബ് അല്ലെങ്കിൽ ദക്ഷിണ ആൻഡമാൻ 460 മീറ്റർ, മൗണ്ട് തുയ്ലർ ഗ്രേറ്റ് നിക്കോബാർ 642 മീറ്റർ എന്നിവ. തീരപ്രദേശങ്ങൾ പവിഴപ്പുറ്റുകളും മനോഹരമായ കടൽപ്പുറങ്ങളും ഉൾക്കൊള്ളുന്നു. ഈ ദ്വീപുകളിൽ സംവഹന വൃഷ്ടി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ സസ്യജാലങ്ങൾ വളരുന്നു. ലക്ഷദ്വീപിനും മിനിക്കോയിയുമാണ് അറബിക്കടലിലെ ദ്വീപുകളിൽ ഉൾപ്പെടുന്നത്. ഇവ 8 ഡിഗ്രി വടക്ക് മുതൽ 12 ഡിഗ്രി വടക്ക് വരെ അക്ഷാംശങ്ങൾക്കും 71 ഡിഗ്രി കിഴക്ക് മുതൽ
74 കിഴക്ക് വരെ രേഖാംശങ്ങൾക്കിടയിലും ചിതറിക്കിടക്കുന്നു. ഇവ കേരള തീരത്തു നിന്നും 280 കിലോമീറ്റർ മുതൽ 480 കിലോമീറ്റർ വരെ മാറി ഉൾക്കടലിലായി സ്ഥിതി ചെയ്യുന്നു. മുഴുവൻ ദ്വീപ സമൂഹങ്ങളും പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ഏകദേശം 36 ദ്വീപുകളുള്ളതിൽ 11 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. 453 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായ മിനിക്കോയാണ് ഏറ്റവും വലിയ ദ്വീപ്. ദ്വീപുകളെ 11 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നു. ഇതിന് വടക്കുള്ളവ അമിനി ദ്വീപുകൾ എന്നും തെക്ക് കാണപ്പെടുന്നവ കാനന്നൂർ ദ്വീപുകൾ എന്നും അറിയപ്പെടുന്നു. ഈ ദ്വീപസമൂഹത്തിലുള്ള ദ്വീപുകളുടെ കിഴക്കൻ തീരങ്ങളിൽ ചരലുകൾ, മിനുസമുള്ള ചെറിയ കല്ലുകൾ, ഉരുണ്ട കല്ലുകൾ എന്നിവ അടങ്ങിയ വേർതിരിക്കപ്പെടാത്തതും കാറ്റ് രൂപപ്പെടുത്തിയതുമായ കടപ്പുറങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് +1 ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഭൂപ്രകൃതി. ഇതിൽ പാർട്ട് 1 എല്ലാവരും കാണുക, നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം പാർട്ട് 2 കാണുക. ഇപ്പോൾ റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള PSC എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.